മാലാഖ അധ്യായം 13 നോവൽ. ഞാൻ ഈ വർഷം ഒറ്റയ്ക്കേ ഉള്ളൂ അല്ലേ? ഒറ്റയ്ക്കോ? എത്ര പേരുണ്ട് നിൻ്റെ കൂടെ? ചേട്ടായില്ലല്ലോ. ഞാനല്ലേ അവധിക്ക് നിന്നെ കൂട്ടിക്കൊണ്ടുവരുന്നതും കൊണ്ടുവരുന്നതൊക്കെ. ജെയ്സൺ സ്വാന്തന രൂപേണ പറഞ്ഞുവെങ്കിലും ജിബിയുടെ മനസ്സിൽ വിഷാദം ഉറഞ്ഞുകൂടി. തൻ്റെ സുരക്ഷിതത്വം നഷ്ടപ്പെടുന്ന പോലൊരു ആശങ്ക അവൾക്കുണ്ടായി. വിളിച്ചാൽ വിളി കേൾക്കാനും ഓടിച്ചെല്ലാനും കയ്യെത്തുന്ന അകലത്തിലുണ്ടായിരുന്ന ആൾ പോവുകയാണ്. പിറ്റേന്ന് രാവിലെ ബാംഗ്ലൂരിലെത്തിയപ്പോൾ ജെയ്സൺ ജിബിയെ ഷോപ്പിംഗ് മാളിൽ കൂട്ടിക്കൊണ്ടുപോയി. അവൾക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു. ഞാനില്ലാത്തപ്പോൾ ഇതൊന്നും പുറത്തുപോയി വാങ്ങാൻ നിൽക്കരുത് കേട്ടോ, ജെയ്സൺ അവളെ ഓർമ്മിപ്പിച്ചു. ഞാൻ പോയി കഴിയുമ്പോൾ പലരും നുഴഞ്ഞു കയറാൻ നോക്കും. അതിനൊക്കെ പല പല സൂത്രബുദ്ധികളുമായിട്ട് വരും. ആര് വരുമെന്നാ? ജിബിയ വിസ്മയം പൂണ്ടു. വേറെ ആമ്പിള്ളേര്. അല്ലാതാരാ? എന്നെ വിളിക്കാനോ? ജിബിയയ്ക്ക് ചിരി വന്നു. എന്താ സംശയം? ഞാനും ചേട്ടായും തമ്മിലുള്ള ബന്ധവും ഈ സ്നേഹമൊക്കെ അറിയാത്ത ആരാ ഉള്ളത്? നമ്മളെ പിരിക്കാൻ ആര് നോക്കിയാലും പറ്റുമോ എന്നൊക്കെ നമുക്കിപ്പോൾ തോന്നും. ഞാൻ രംഗത്തില്ലെന്ന് കാണുമ്പോൾ പലരും അംഗത്തിനിറങ്ങും. നിനക്ക് ആണുങ്ങളെ മനസ്സറിയാനിട്ടാ. ഞാൻ എത്ര പേരോട് ഫൈറ്റ് ചെയ്തിട്ടാണ് നിന്നെ എനിക്ക് കിട്ടിയത്. ഫൈറ്റ് ചെയ്തെന്നോ? ആരോട്? നിന്നെ പലർക്കും നോട്ടം ഉണ്ടായിരുന്നു. ഞാൻ നിന്നോട് മിണ്ടിയ എൻ്റെ പല്ലിടിച്ച് താഴെ ഇടുന്നവരെ ഭീഷണിപ്പെടുത്തിയവന്മാരുണ്ട്. ഒരുത്തനുമായിട്ട് ഹോസ്റ്റൽ റൂമിൽ വെച്ച് നല്ല ഉഗ്രൻ ഇടിയും നടത്തിയിട്ടുണ്ട്. നിന്നെപ്പറ്റി മോശമായി പറഞ്ഞവൻ്റെ ചെവിക്കല്ലിന് കൊടുത്തിട്ടുണ്ട്. നീ എന്താ വിചാരിച്ചേ? ഇവളെ ജെയ്സൺ എടുത്തോട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ കൂളായിട്ട് വിട്ടു തന്നതാണെന്നോ? ജിബിയ ആശ്ചര്യസ്തംഭമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി. കുറേ ചട്ടത്തിപ്പിത്തരം കയ്യിലുണ്ട് അല്ലേ? പുറമേ കാണുന്ന പോലെ ഞാൻ അത്ര ശാന്തനൊന്നുമല്ല. നിന്നെ ഞാൻ ആദ്യം കണ്ടപ്പോഴേ മനസ്സിൽ വരച്ചിട്ടതാ. നിന്നെ ഒരുത്തനും വിട്ടുകൊടുക്കില്ലെന്ന് അപ്പോഴേ തീരുമാനിച്ചു. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. അതാ പറഞ്ഞത്, നിനക്ക് ആണുങ്ങളെപ്പറ്റി അറിയത്തില്ലെന്ന്. ഞാൻ കളമൊഴിഞ്ഞെന്നും വിചാരിച്ച് പലരും ഇടിച്ചു കയറും. പല വഴിക്കൂടെയും സഹായിക്കാനും കൂട്ടുകൂടാനും കൂടെ വരാനും പ്രലോഭിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചെന്നിരിക്കും. എന്നെ വിശ്വാസമല്ലേ ചേട്ടായിക്ക്? വിശ്വാസമില്ലായിട്ടല്ല, അങ്ങനെയൊക്കെ സംഭവിച്ച ചരിത്രം ഉള്ളതുകൊണ്ടാണ്. കൂട്ടുകാരൻ്റെ കൂടെ നിന്നുകൊണ്ട് അവൻ്റെ പെണ്ണിനെ അടിച്ചുകൊണ്ട് പോയ സംഭവങ്ങൾ വരെ ഉണ്ട്. ഈ ആണുങ്ങളെന്ന് പറയുന്ന വർഗം പണ്ട് മുതലേ വേട്ടക്കാരാ. പെണ്ണുങ്ങളും ഇരകളും. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയല്ലേ? നിയമത്തിലെ വാക്ക് പോലും ഇര എന്ന് തന്നെയല്ലേ? ആണുങ്ങളെ എല്ലാം പേടിക്കണം എന്നാണോ? എല്ലാവരെയും അല്ല, പേടിക്കേണ്ടവരെ. നിനക്ക് തന്നെ പല സംഭവങ്ങളും അറിയാലോ. അറിയാമെന്ന് ജിബിയെ തലയാട്ടി. പ്രേമത്തിൻ്റെ വെളിച്ചത്തിൽ കണ്ണഞ്ചിപ്പോയവർ ഇരകൾ പലരുണ്ട്. ആതിര, മെറ്റിൽഡ, രേഷ്മ, ജെസ്സി, ലിൻസി. പക്ഷേ അവരൊക്കെ എങ്ങനെയോ കരകാണാ കടലിൽ നിന്ന് നീന്തി തുടിച്ച് കരപറ്റി. കൂട്ടുകാരെല്ലാം വീട്ടിൽ പോയി. തനിച്ചേ ഉള്ളൂ. താമസ സ്ഥലത്ത് വന്നാൽ ഞായറാഴ്ച പകൽ മുഴുവൻ സല്ലപിക്കാമെന്ന് പറഞ്ഞാണ് ആതിരയുടെ കാമുകൻ അവളെ ക്ഷണിച്ചത്. അവളവൻ്റെ താമസ സ്ഥലത്തെത്തിയപ്പോൾ അവൻ മധുരം കൊടുത്തു മയക്കുമരുന്ന് കൊടുത്തു സൽക്കരിച്ചു. അവൾക്ക് ബോധം വീണപ്പോഴാണ് കാമുകൻ ഒരാളല്ല മറ്റ് 4 പേര് കൂടിയുണ്ടെന്ന്. ആത്മഹത്യ ചെയ്യാൻ പോയ അവളെ സമാധാനിപ്പിച്ച് പിടിച്ചു നിർത്താൻ താൻ ഉൾപ്പെടെ എത്ര പേരുടെ ഉപദേശവും സാന്ത്വനവും വേണ്ടി വന്നു. മെറ്റിൽഡ വിളക്ക് കൊടുത്ത ശലഭം പോലെയായിരുന്നു. ബേബിയോടൊപ്പം യാത്ര. ഹോസ്റ്റലിൽ നിന്നിറങ്ങി ഹോട്ടലിൽ മുറിയെടുത്തിട്ട് വീട്ടിൽ വിളിച്ചു പറയും നാളെയാണ് അവധി തുടങ്ങുന്നതെന്ന്. തിരിച്ചു വരുന്നത് ക്ലാസ് തുടങ്ങുന്നതിന് ഒരു ദിവസം മുൻപേ. അപ്പോഴും ഹോട്ടലിൽ മുറിയെടുത്ത് തങ്ങും. ഒടുവിൽ ഉദരത്തിൽ ജീവൻ്റെ കുരുന്നു മുള ഉണ്ടെന്നറിഞ്ഞപ്പോൾ അവിടെ ഞെട്ടി. വീട്ടുകാരറിയാതെ, ഹോസ്പിറ്റൽ അധികൃതരറിയാതെ, കോളേജ് അതോറിറ്റി അതറിയാതെ അതൊന്ന് നുള്ളിക്കളയാൻ വേണ്ടി അവൾ അനുഭവിച്ച ആദിവേദനകൾ ഇപ്പോഴും ഉണ്ട്. കൗശലം ഒളിപ്പിച്ച് കാത്തു നിൽക്കുന്ന കഴുകന്മാരെ തേടി നിലാവത്തിറങ്ങി ചെല്ലുന്ന പിടക്കോഴികൾ. എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തവർ. ഒരു ചിരി കണ്ട, ഒരു കള്ളക്കണ്ണീർ കിട്ടിയ അത് മതി. അത്തരം കുറുക്കന്മാർക്ക് പുതിയതായി എത്തുന്ന ജൂനിയേഴ്സിനെ കണ്ടുമുട്ടിച്ചു കൊടുക്കുന്ന സീനിയർ പെൺകുട്ടികളുമുണ്ട്. അവൻ നല്ലവനാ, ഇന്നസെൻ്റ് കൈ, നിന്നോട് ഭയങ്കര ഇഷ്ടമാണ്, ധൈര്യമായിട്ട് പ്രേമിച്ചോ, ഞങ്ങളൊക്കെ ഉണ്ട് കട്ട സപ്പോർട്ട് എന്നൊക്കെ. ഇതിനെല്ലാം പുറമെയാണ് ഒന്നിച്ചുള്ള യാത്രക്കിടയിലെ ലീലാവിലാസങ്ങൾ. ജെയ്സൺ ജിബിയെ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിച്ചും കൂട്ടുകാരോട് അന്വേഷണം നടത്തിയിട്ടൊക്കെയാണ് തിരിച്ചു പോയത്. അവനെ യാത്രയാക്കാൻ ഗേറ്റ് വരെ ജിബിയ വന്നു. മാർക്ക് ലിസ്റ്റും സർട്ടിഫിക്കറ്റും വാങ്ങാൻ ഞാൻ വരും, അപ്പോൾ കാണാം, ജെയ്സൺ പറഞ്ഞു. അവൾക്ക് കരച്ചിൽ വന്നു കഴിഞ്ഞിരുന്നു.
അവൻ കൈവീശി കാട്ടിയിട്ട് റോഡിലേക്ക് ഇറങ്ങി നടന്നു. അവൻ മറയുന്നതുവരെ ജിബി അങ്ങനെ തന്നെ നിന്നു. അപ്പുവിനെ ഓലിയുടെ കരക്കിരുത്തിയിട്ട് ഓലിയിൽ കുരിഞ്ഞ് ചെറിയ പ്ലാസ്റ്റിക് ബക്കറ്റ് കൊണ്ട് വെള്ളം കോരി കുടത്തിലൊഴിക്കുകയാണ് പവിത്ര. മേ ദേ മേ അമ്മ വിളിക്കുന്നത് കേട്ട് പവിത്ര തലതിരിച്ചു നോക്കി. മുരിക്കുവനക്കിലെ ശ്യാമള ചേച്ചിയാണ്. ഇപ്രാവശ്യത്തെ ഉണക്കിന് ഓലി വറ്റിപ്പോണ ലക്ഷണമാണ്, ശ്യാമള പവിത്രയോട് പറഞ്ഞു. ഏത് വേനക്കും പറ്റാത്ത ഓലിയായിരുന്നു. ഇപ്പം കണ്ടില്ലേ, കുനിഞ്ഞു കിടന്ന് കോരണ്ടേ? പവിത്ര കുടം നിറച്ച് തിരിഞ്ഞു നിന്നു. ഇതുകൂടി പറ്റിയാൽ ഞാൻ എന്നാ ചെയ്യും? പവിത്ര പാതി ആത്മകഥം പോലെ ചോദിച്ചു. കെട്ടിയവനോട് പറ, എന്നും രാത്രി വരുമ്പോൾ 3-4 കന്നാസിനകത്ത് വെള്ളം കൊണ്ടുവരെ. ഓ, ഞാൻ കുറേ പറഞ്ഞതാ. ആ കൊണ്ടുവരാമെന്നും പറഞ്ഞു പോന്നതല്ലാതെ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. നിന്നെ കൊണ്ട് കൊള്ളാനിട്ടാ, അല്ലാന്നെങ്കിൽ എന്താ? അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും കറണ്ടില്ലാത്ത വീട്ടിൽ താമസിക്കാൻ സമ്മതിക്കുമോ? കൊല്ലം ഒന്ന് കഴിഞ്ഞില്ലേ, ആവശ്യമുണ്ടെങ്കിൽ എപ്പോഴും കറണ്ട് എടുക്കാമായിരുന്നു. ഞാൻ പറഞ്ഞു മടുത്തു ചേച്ചി. ഒരു 25,000 രൂപയുടെ മുടക്കല്ലേ ഉള്ളൂ. ചേച്ചി, പോസ്റ്റ് ഇട്ട് ലൈൻ വലിച്ചാൽ മാത്രം മതിയോ? വീട്ടിനടുത്ത് വയറിങ് ചെയ്യണ്ടേ? വേണ്ട, നാട്ടുകാരെ വന്ന് ചെയ്തു തരും ഫ്രീ ആയിട്ട്. നിങ്ങളൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? പവിത്രയുടെ മുഖം താണു. ഈ വെള്ളം പറ്റിയ ഇവിടുന്ന് കോരാൻ ഞാൻ സമ്മതിക്കത്തില്ല കേട്ടോ. ഞങ്ങളുടെ ഓല ചെയ്ത് ചേച്ചിക്ക് കിണറുണ്ടല്ലോ. ആ കിണറ്റിലെ വെള്ളം ഇത്രയൊക്കെ ഉള്ളൂ. മുരിക്കാനിക്കൽ വീട്ടുകാരുടെ സ്ഥലത്താണ് ഓലി. നീ വിഷമിക്കാൻ പറഞ്ഞല്ല. നിൻ്റെ കഷ്ടപ്പാടൊക്കെ എനിക്കറിയാം. ഒരു 3,000-4,000 മുടക്കിയ കുന്നുമേളിലെ പാറക്കുളത്തിൽ നിന്ന് ഓസിട്ട് വെള്ളം എടുക്കാമല്ലോ. 500 ലിറ്ററിന് ഒരു ടാങ്ക് കൂടി മേടിച്ച് വെച്ചാൽ പോരെ? ആവശ്യത്തിന് വെള്ളം വീട്ടുമുറ്റത്ത് കിട്ടുമല്ലോ. അതറിയാൻ വയ്യാണ്ടല്ലേ ചേച്ചി. നമ്മൾ പറയുമ്പോൾ ചെയ്തു തരാനുള്ള മനസ്സൊക്കെ വേണ്ടേ? നീ എത്ര കാലം വെള്ളം കോരി ചുമന്നുകൊണ്ട് നടക്കും? തള്ളയ്ക്കും മോനും കുളിക്കാനും കുടിക്കാനും അലക്കാനും ഓട്ടോറിക്ഷ കഴുകാനും ആ തള്ളയോടും മോനോടും പറ. വല്ലപ്പോഴുമെങ്കിലും ഒരു കുടം വെള്ളം കോരിക്കൊണ്ടുപോയാൽ അതൊന്നും നടക്കത്തില്ല ചേച്ചി. ശരി, പണി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഇവിടുത്തെ വെള്ളം കൊല്ലൽ ഞാനങ്ങ് നിർത്തിയേക്കാം. വാസ്തവത്തിൽ പവിത്രയും അതാഗ്രഹിച്ചിരുന്നു. ഈ ഓലിയിൽ നിന്നും വെള്ളം കൊരരുത് എന്നൊരു വിലക്ക് വന്നാൽ അമ്മയും മകനും കൂടി മറ്റൊരു മാർഗം കണ്ടെത്തിക്കോളും. പവിത്ര കുഞ്ഞിനെ എടുത്ത് ഒക്കത്ത് വെച്ചു. ശ്യാമള കുടമെടുത്ത് മറ്റേ ഒക്കത്ത് വെച്ച് കൊടുത്തു. കുഞ്ഞിനെ വീട്ടിലിരുത്തിയിട്ട് പോന്നാൽ പോരെ മോളെ? സമ്മതിക്കില്ലെന്നേ. ഭയങ്കര വാശിക്കാരനാ. ഞാൻ എങ്ങോട്ട് മാറിയാലും കൂടെ നിൽക്കും. പവിത്ര കയറ്റം കയറി വീട്ടിലെത്തിയപ്പോൾ കലിതുള്ളി നിൽക്കുകയാണ് ജയപ്രകാശ്. എത്ര നേരമായടി പോയിട്ട്? നീ എന്നാ കിണർ കുത്തി വെള്ളം എടുത്തുകൊണ്ട് വരുവാണോ? പ്രകാശേട്ടാ, ഓലിയിൽ വെള്ളം തീരാറായി. ശ്യാമള ചേച്ചി പറഞ്ഞു വെള്ളം കോരൽ നിർത്തി വെക്കാൻ. അവിടെ അച്ഛൻ്റെ വകയാണോ ഓലിയും വെള്ളവും? പിന്നല്ലാതെ നമ്മുടെയാണോ? ആ വെള്ളം ഈ ബക്കറ്റിലോട്ടൊഴുക്കി ഓട്ടോ കഴുകട്ടെ. ഓട്ടോയൊക്കെ ആ തോട്ടിൽ കൊണ്ടുപോയി കഴുകിയാൽ പോരെ പ്രകാശേട്ടാ? നീ പോടി പുല്ലേ. ഞാനാ തീരുമാനിക്കുന്നത് എവിടെ കഴുകണം കഴുകണ്ടെന്നൊക്കെ. പവിത്ര വെള്ളം ഒഴിച്ചു കൊടുത്തു. കാലിക്കുടവുമായി അകത്തേക്ക് കയറിയപ്പോൾ സുഭദ്ര ദേഷ്യപ്പെട്ടു. കുളിക്കാനുള്ള വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് നീ എവിടെ പോയി? പ്രകാശേട്ടൻ അത് ഓട്ടോ കഴുകാനെടുത്തു. വേറെ കോരിക്കൊണ്ട് വാടി. എന്നെക്കൊണ്ട് വയ്യ, മടുത്തു. പവിത്ര അപ്പുവിനെയും കൊണ്ട് അകത്തു കയറി കട്ടിലിരുന്നു. സുഭദ്ര ഉടൻ വഴക്കിന് വന്നു. ചെന്ന് വെള്ളം കോരടി. കല്യാണത്തിന് പോകേണ്ടതാ. ശ്യാമള ചേച്ചിക്ക് ഇഷ്ടമല്ല. ഇനി വെള്ളം എടുക്കാൻ സമ്മതിക്കത്തില്ലെന്ന്. ആഹാ, അവളങ്ങനെ പറഞ്ഞോ? നീ കുടം എടുത്തോണ്ട് വാ. സുഭദ്ര സാരി കയറ്റിക്കുത്തി മുൻപേ ഇറങ്ങി. പുറകെ കുടവുമായി പവിത്രയും. അപ്പു അമ്മയെ വിളിച്ചു കരഞ്ഞു. പ്രകാശേട്ടാ, മോനെ നോക്കിക്ക്. പവിത്ര സുഭദ്രയ്ക്കൊപ്പം ഒലിക്കലെത്തി. സുഭദ്ര നേരെ ശ്യാമളയുടെ വീട്ടുമുറ്റത്തേക്ക് നീങ്ങി. പവിത്ര ഓലിൽ നിന്നും ചെറിയ ബക്കറ്റിൽ വെള്ളം കോരി കുടത്തിലൊഴിച്ചു. ശ്യാമളയുടെ മുറ്റത്തുനിന്നും വലിയ ഒച്ചകെട്ട് പവിത്ര നോക്കിയപ്പോൾ ശ്യാമളയും സുഭദ്രയും കൈയും കാലും തലയും ഇളക്കി പരസ്പരം വെല്ലുവിളിക്കുന്നതാണ് കണ്ടത്. ഞങ്ങൾക്ക് സ്ഥലം ശരിയാക്കി തന്ന ബ്രോക്കർ ഈ ഓലയിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാലത്തോളം വെള്ളം കോരാമെന്ന് അന്ന് പറഞ്ഞത്. അന്ന് നിൻ്റെ കെട്ടിയവനുണ്ടായിരുന്നല്ലോ കേട്ടോണ്ട് നിൽക്കാൻ. വെള്ളം കോരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞില്ലല്ലോ അന്ന്. അയാളുടെ വായിലെന്താ പഴമായിരുന്നോ? ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, ഞങ്ങളുടെ ഓലി. അവിടെ നിന്ന് നിങ്ങൾ വെള്ളം കോരണ്ടെന്ന് പറഞ്ഞാൽ കോരണ്ട. പോടി അവിടുന്ന്. വെള്ളം കോരിയ നീ എന്നാ ചെയ്യും? സുഭദ്ര ചീറി. ഓലി ഞാൻ കല്ലും മണ്ണും ഇട്ട് മൂടും. ഇപ്പം തന്നെ ചെയ്യടി. ചോണയുണ്ടെങ്കിൽ ചെയ്യ്. പഞ്ചായത്ത് പ്രസിഡൻറ്റും മെമ്പർക്കും പരാതി കൊടുക്കാൻ പോവാ ഞാൻ. ആ, നിങ്ങൾ ചെന്ന് കൊടുക്കുമടി. കാണിച്ചു തരാം ഈ സുഭദ്ര ആരാണെന്ന്. പ്രത്യേകിച്ച് കാണിച്ചു തരണ്ട, ഇവിടുത്തുകാർക്കെല്ലാം അറിയാം നിങ്ങൾ ആരാണെന്ന്. ശ്യാമളയും വിട്ടുകൊടുത്തില്ല. തൽക്കാലം വഴക്കവസാനിപ്പിച്ച് സുഭദ്ര തിരികെ പോന്നു. വീട്ടിലെത്തിയിട്ട് അവർ മകനോട് തട്ടിക്കയറി. ഈ കുഴൽക്കിണർ കത്താൻ പറഞ്ഞിട്ട് എത്ര നാളായടാ? നിന്നെക്കൊണ്ട് കൊള്ളത്തില്ലേ? വൈകുന്നേരത്തേക്ക് മതിയോ?
കല്യാണത്തിന് പോയിട്ട് രാത്രി വന്നിരുന്ന് ഞാൻ കുഴിക്കാം. ജയപ്രകാശ് പരിഹസിച്ചു. വകയ്ക്ക് കൊള്ളാത്തവൻ. കലിതുള്ളി സുഭദ്ര വീട്ടിനുള്ളിലേക്ക് പോയി. 9 മണിയോടെ സുഭദ്രയും പവിത്രയും ജയപ്രകാശും ഒരുങ്ങിയിരുന്നു. സുഭദ്രയുടെ സഹോദരൻ്റെ മകളുടെ കല്യാണമാണ്. ഓട്ടോറിക്ഷ പതിവ് പോലെ തന്നെ സ്റ്റാർട്ടാക്കാതെ തുമ്മി തുമ്മി നിന്നു. തള്ളടി, പ്രത്യേകിച്ച് പറയണോ? ജയപ്രകാശ് പവിത്രയെ ശ്വാസിച്ചു. സുഭദ്ര അപ്പുവിനെയും കൊണ്ട് ഓട്ടോറിക്ഷയിൽ കയറിയിരുന്നു. സ്റ്റാർട്ടാകാതെ അമ്മ കയറിയാൽ എങ്ങനെയാ? ജയപ്രകാശ് ദേഷ്യപ്പെട്ടു. എന്നെക്കൊണ്ട് വയ്യ വെയിൽ കൊള്ളാൻ. പവിത്ര ഓട്ടോയുടെ പുറകിൽ നിന്നും അത് തള്ളിയുരുട്ടി. ജയപ്രകാശ് ഓട്ടോയിൽ കയറിയിട്ട് ഗിയറിട്ട് ഓട്ടോ സ്റ്റാർട്ടാക്കാനുള്ള ശ്രമം തുടങ്ങി. ഒന്ന് സ്പീഡിൽ തള്ളടി കഴുതേ. ഇങ്ങനെ തള്ളി എങ്ങനെയാണ് സ്റ്റാർട്ടാകുന്നത്? പവിത്ര സർവശക്തിയും കാലുകളിൽ ആവാഹിച്ച് പാദങ്ങൾ മൺറോഡിലൂന്നി 2 കൈയും കൊണ്ട് ആഞ്ഞു തള്ളി. 2 മനുഷ്യരുടെ ഭാരവും ഓട്ടോറിക്ഷയുടെ ഭാരവും റോഡിൻ്റെ ശോചനാവസ്ഥയും അവളുടെ സകല പരിശ്രമങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ടേയിരുന്നു. പവിത്ര വേർപ്പിൽ കുളിച്ചു. അമ്മ പുറത്തോട്ടൊന്ന് ഇറങ്ങിക്കേ, കയറി ഞെളിഞ്ഞിരിക്കുവാന്നല്ലോ. ജയപ്രകാശ് ശാസിച്ചു. ഞാനിരിക്കുന്നതുകൊണ്ടാണ് അവൾ തള്ളിയിട്ട് നീങ്ങാത്തെ ശവം. സുഭദ്ര പിറുവിറുത്തുകൊണ്ട് കുഞ്ഞിനെ എടുത്ത് പുറത്തേക്കിറങ്ങി. സ്പീഡാക്കാൻ വേണ്ടി ജയപ്രകാശം ഓട്ടോയിൽ നിന്നിറങ്ങി. ഹാൻഡിൽ പിടിച്ചുകൊണ്ട് തള്ളി. അല്പം സ്പീഡ് കിട്ടിയപ്പോൾ ചാടിക്കേറിയെന്ന് ഓട്ടോ സ്റ്റാർട്ട് ചെയ്തു. ആഞ്ഞു തള്ളിക്കൊണ്ടിരുന്ന പവിത്ര പിടിവിട്ട് മുന്നോട്ട് വേച്ചുപോയി. മൺറോഡിൽ കൈകൾ കുത്തി വീണു. പ്രകാശ് ഇറങ്ങി വന്ന് ശകാരിച്ചു. നിന്നോട് പറഞ്ഞില്ലടി ഓട്ടോ സ്റ്റാർട്ടായ ഉടനെ പിടിവിട്ടേച്ച് നിൽക്കണമെന്ന്. ബുദ്ധിയില്ലാത്ത കഴുത. പവിത്ര കയ്യിൽ പുരണ്ട മണ്ണും പൊടിയും ഓട്ടോയിൽ കിടന്ന കരിനിറമുള്ള തോർത്തിൽ തുടച്ചു. കുറച്ച് കരിയും ഓയിലും കൂടി കൈകളിൽ പുരണ്ടു. അവളുടെ ഇടത് കൈമുട്ടിലെ തൊലിയിളകി വെച്ച് ഓര വരുന്നുണ്ടായിരുന്നു. കയറി എവിടെയെങ്കിലും ചെന്നിട്ട് കൈ കഴുകാം. ജയപ്രകാശ് തട്ടിക്കയറി. പവിത്ര ഓട്ടോറിക്ഷയിൽ കയറിയിരുന്നു. എടാ, ഒരു ബാറ്ററി മേടിച്ചു വെച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ആ പെണ്ണിനെയും കൊണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ തള്ളിക്കണോ? റോഡരികിൽ ആട് തീറ്റിക്കൊണ്ടിരുന്ന ചന്ദ്രനായർ ജയപ്രകാശിനോട് ചോദിച്ചു. അതിനുള്ള പൈസ ഇങ്ങ് തന്നാട്ടെ, വലിയ വകുപ്പ് പറഞ്ഞാൽ പോരല്ലോ. ജയപ്രകാശ് മുറുമുറുത്തുകൊണ്ട് ഓട്ടോയിൽ കയറി ഓടിച്ചുപോയി. ആരെങ്കിലും അതിനുള്ള പൈസ ദാനം ചെയ്താലും തൻ്റെ ഭർത്താവ് ബാറ്ററി വാങ്ങിക്കില്ലെന്ന് പവിത്രയ്ക്കറിയാം. പൈസ കൊടുത്ത് റമ്മും ബ്രാൻഡിയും ഒഴികെ മറ്റെന്തു സാധനം വാങ്ങുന്നതിനും ഇത്രയേറെ എതിർപ്പുള്ള ഒരാളെ പവിത്ര വേറെ കണ്ടിട്ടേയില്ല. വിയർത്ത് കുതിർന്ന സാരിയും കൈമുട്ടിൽ ചോരയും കരിയും മണ്ണും പുരണ്ട കൈകളിൽ ഓയിലും കരിയുമായി ഓട്ടോയിൽ ഇരിക്കവേ അവൾ ഓർത്തു, ഒരു കല്യാണത്തിന് പോവുകയാണ്. ഇതെന്തൊരു ജീവിതമാണ്. ഇതിന് ഒരന്ത്യം എത്ര പെട്ടെന്നുണ്ടായെങ്കിൽ. വർഷങ്ങളോളം ആയുസ് നീളുന്നതിനെക്കുറിച്ച് ഓർത്തപ്പോൾ അവൾക്ക് ഭയം തോന്നി. ഫൈനൽ പരീക്ഷയുടെ തീയതികൾ കിട്ടിയപ്പോൾ മുതൽ ജിബിയ പരിഭ്രാന്തിയിലായി. 3 വർഷം നീണ്ട യുദ്ധത്തിൻ്റെ പരിസമാപ്തി കുറിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം. തൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ 3 വർഷം അനുഭവിച്ച യാതനകളോളം ഇനിയൊരു കാലത്തും അനുഭവിക്കേണ്ടി വരില്ലെന്ന് അവൾ വിചാരിച്ചു. കന്നുകാലിത്തൊഴുത്തിലെ ജീവിതമായിരുന്നു. ഛർദ്ദിക്കാൻ തോന്നുന്ന ഭക്ഷണവും നാനാതരം വേർപ്പ് ഗന്ധങ്ങളും ഉച്ഛ്വാസഗന്ധങ്ങളും കൊണ്ട് പുളിച്ച വായു, തളം കെട്ടിയ മുറിയും വേണ്ട. സമയത്ത് കഴുകാൻ പറ്റാത്ത, ഉണങ്ങാൻ പറ്റാതെയും ധരിക്കേണ്ടി വന്ന വസ്ത്രങ്ങളുടെ ഈർപ്പവും അധ്യാപകരുടെ നിരുത്തരവാദമായ പെരുമാറ്റവും മാനേജ്മെൻറ്റിൻ്റെ ഒടുങ്ങാത്ത ലാഭക്കുതിയും വീട്ടിലെ കഷ്ടപ്പാടുകൾക്കുമിടയിൽ അയച്ചു കിട്ടുന്ന പൈസയുടെ കണക്കറ്റ മൂല്യവും ഇതെല്ലാം ചേർന്നുള്ള ഒരു യുദ്ധക്കളം. എല്ലാവരും കിട്ടിയ സ്റ്റഡി ലീവ് ഉപയോഗപ്പെടുത്തി എല്ലാ അലസതയും ഉപേക്ഷിച്ച് കൊണ്ടുപിടിച്ചിരുന്ന് പഠിക്കുകയാണ്. ആകെ 4 പരീക്ഷയുള്ളൂ. 2 സബ്ജക്റ്റ്, 2 പ്രാക്ടിക്കൽ, പിന്നെ ഒരു വൈവയും ഒരു മിഡ്വൈഫറിയും കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗുമാണ് സബ്ജക്റ്റുകൾ. തിയറികളാണ് പഠിക്കേണ്ടത്. അതിൻ്റെ തന്നെയാണ് 2 പ്രാക്ടിക്കൽ പരീക്ഷകളും. ഇന്ന് ഇൻറ്റേർണലും അടുത്തത് എക്സ്റ്റേണലും. എല്ലാ പരീക്ഷകൾക്കും 50-ലാണ് മാർക്ക്. പാസ് മാർക്ക് കിട്ടി കടന്നുകൂടിയാൽ നേഴ്സായി. പിന്നെ ഒരു തിരിഞ്ഞു നോട്ടത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അല്പം ഉഴപ്പിയത് വിനീത. മറ്റെല്ലാവരും ഉറക്കളച്ച് പഠിക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടെ കളിയാക്കും. പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതിൻ്റെ 4-ലൊന്ന് ഉത്സാഹം കാണിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പരാക്രമത്തിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? അന്നാരെയും എല്ലാത്തിൻ്റെയും തലവണ്ട പ്രേമം. പോടി അവിടുന്ന്. പ്രേമിക്കേണ്ട നേരത്ത് ഞങ്ങൾ പ്രേമിക്കും, എക്സാം എഴുതേണ്ട സമയത്ത് എഴുതി പാസ്സാക്കും. നിലീന പ്രത്യുത്തരം നൽകി. ക്യാമ്പയിൻ സ്റ്റഡിക്കിരിക്കവേ ജിബിയ പറഞ്ഞു, ആരെന്നാ പറഞ്ഞാലും ശരി, തോറ്റുപോയാൽ എനിക്ക് വീട്ടിലിട്ട് തിരിച്ചു പോകണ്ട, വല്ല ട്രെയിനിലും തലവെച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ജെയ്സൺ ജിബിയെ ഫോണിൽ വിളിച്ച് ധൈര്യപ്പെടുത്തുന്നുണ്ട്. ആത്മവിശ്വാസം കളയാതിരുന്നാൽ മതി, പാസ്സാകും. ജെയ്സൺ നല്ല മാർക്കോടുകൂടിയാണ് പാസ്സായത്. കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഉടനെ തന്നെ അവൻ നാഗ്പൂരിലെ ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി. അധികം വൈകാതെ കർണാടക സ്റ്റേറ്റിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഡിപ്ലോമ ഇൻ നഴ്സിംഗ് സർട്ടിഫിക്കറ്റും കിട്ടി. ഇനി വേണ്ടത് എക്സ്പീരിയൻസ് ആണ്. അതിനായിട്ടാണ് അവൻ നാഗ്പൂരിലേക്ക് പോയത്. മാസം 4000 രൂപ ശമ്പളം.
അത്യാവശ്യ ഘട്ടങ്ങളിൽ അതിൽ നിന്നൊരു പങ്ക് അവൻ ജിബിയയ്ക്ക് അയച്ചു കൊടുത്തിരുന്നു. പരീക്ഷയുടെ ദിവസങ്ങൾ അടുത്തോടെ ജിബിയയ്ക്കും വേവലാതി കൂടി. വധശിക്ഷ കിട്ടിയേക്കാവുന്ന കുറ്റവാളിയെ പോലെയാണ് ആദ്യ ദിവസം അവൾ പരീക്ഷാ ഹാളിലേക്ക് പോയത്. മിഡ്വൈഫറിയുടെ തിയറികൾ അവൾക്ക് സാമാന്യം ഭംഗിയായിട്ട് എഴുതി. അതോടെ ആത്മവിശ്വാസം വർദ്ധിച്ചു. പരീക്ഷകളെല്ലാം കഴിഞ്ഞപ്പോൾ ജിബിയ ജെയ്സനെ വിളിച്ചു പറഞ്ഞു, ഞാൻ പാസ്സാവും, എനിക്ക് കൂടി ഒരു വേക്കൻസി കണ്ടുവച്ചേക്ക്. അധ്യായം 24. പരീക്ഷകൾ അവസാനിച്ചു. കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയാൽ ബാംഗ്ലൂരിനോട് യാത്ര പറയാം. ലഗേജ് എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. കോഴ്സ് കഴിഞ്ഞു പോകുന്ന കൂട്ടുകാരികൾ യാത്ര പറയുന്നു. ചിലർക്ക് പിരിഞ്ഞു പോകുന്നതിൻ്റെ മനോവേദനകൾ, ചിലർക്ക് പഠിത്തവും ഹോസ്റ്റൽ വാസനത്തിൻ്റെ യാതനകളും അവസാനിച്ചതിൻ്റെ ആശ്വാസവും സന്തോഷവും. ഇനിയെന്ത് എന്ന് നിശ്ചയമില്ലാത്തവരാണ് അധികം പേരും. ഏതെങ്കിലുമൊക്കെ ഹോസ്പിറ്റലുകളിൽ ജോലിക്ക് കയറിപ്പറ്റി എക്സ്പീരിയൻസ് നേടിയെടുക്കണം എന്നതാണ് ഭാവിയെപ്പറ്റി ആകെക്കൂടെയുള്ളൊരു ധാരണ. ചിലർക്ക് വലിയ പ്രതീക്ഷകളുണ്ട്. 1-2 വർഷത്തെ പരിശീലനം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കടൽ കടന്നു പോകാൻ സാധ്യതയുള്ളവർ, ഗൾഫിലും ചില വിദേശ രാജ്യങ്ങളിലും ജോലി സാധ്യത കണ്ടുവച്ചിരുന്നവർ, വിദേശത്ത് ജോലി ചെയ്യുന്ന ബന്ധുക്കൾ ബന്ധുജനങ്ങളൊക്കെ ഉള്ളവർ. ഞാൻ നാട്ടിലെവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ കയറും, ബെറ്റി പറഞ്ഞു. എന്നെ എൻ്റെ വീട്ടുകാരെ എങ്ങോട്ടും വിടത്തില്ല, എനിക്കൊരിടത്തേക്കും പോവുകയും വേണ്ട. BSc നഴ്സിംഗ് പഠിച്ചിരുന്നെങ്കിൽ അതിനൊരു വിലയുണ്ട്. എവിടെയും ജോലി കിട്ടാൻ എളുപ്പമാണ്, നല്ല ശമ്പളം കിട്ടിയാനെ. GNMന് ഒരു വിലയില്ലെന്നേ ആതിര അഭിപ്രായപ്പെട്ടു. എന്ത് വലിയ തേങ്ങാക്കൊല കിട്ടുമെന്ന് വിചാരിച്ചാൽ എല്ലാവരും പഠിച്ചേ. ഇനിയാണ് മക്കളെ നക്ഷത്രം ഉണ്ടാൻ പോണത്. പ്രവീണ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകി. ഞാൻ നോർത്തിൽ പോവുക, ജിബിയെ വെളിപ്പെടുത്തി. ഓ, നിൻ്റെ കെട്ടിയോണം അവിടെ ആണല്ലോ, നിനക്ക് വേണ്ടി അവൻ സീറ്റ് റിസർവ് ചെയ്ത് വെച്ചേക്കല്ലേ, മീര കളിയാക്കി. വേണ്ടാതിരം പറയില്ല മീരെ, എനിക്ക് കിട്ടിയണമെന്നില്ല. പിന്നെ കുറേ നേരത്തേക്ക് മുറിയിൽ നിശബ്ദതയായിരുന്നു. വീട്ടിൽ നിന്നും കോൾ വന്നപ്പോൾ ജിബിയ ഫോണും എടുത്ത് വരാന്തയിലേക്ക് ഇറങ്ങിപ്പോയി. മറുവശത്ത് ജോർജ് കുട്ടിയായിരുന്നു. മോളെ, നീ വരുമ്പോൾ ആ സെക്യൂരിറ്റി പൈസ വാങ്ങിച്ചോണ്ട് വരണേ. 10,000 രൂപ ഉണ്ടായിരുന്നു. ചോദിക്കാം പപ്പ, അവർ തരുന്നു തോന്നില്ല. അവർ കുറേ കണക്ക് പറയും. എന്നാ കണക്ക്? എനിക്കറിയാമല്ലേ പപ്പ, പൈസ അവരുടെ കയ്യിലല്ലേ, അത് തരാതിരിക്കാൻ വേണ്ട എന്തെങ്കിലുമൊക്കെ ഫൈൻ നമ്മുടെ പേരിൽ എഴുതി വെക്കും. അതെന്നെ പോക്കരുത്തരമാ. പഠിത്തം കഴിയുമ്പോൾ തിരിച്ചു തരാമെന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് സെക്യൂരിറ്റി ആയിട്ട് വാങ്ങി വെച്ചിട്ട് ഇപ്പോൾ തരത്തില്ലെന്നോ? ഞാൻ വരണോ ചോദിക്കാൻ? പപ്പ വന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അവരൊരു ലിസ്റ്റ് എടുത്ത് കാണിക്കും. എന്നിട്ട് നമുക്ക് പിടിച്ചു വാങ്ങാനൊന്നും പറ്റത്തില്ലല്ലോ പപ്പ. ശരി, നീ നാളെ അവിടുന്ന് കയറത്തില്ലേ? നാളെ വൈകുന്നേരം. പിന്നെ ആടിയും പാടിയും അന്താക്ഷരി കളിച്ചും വെളുപ്പാങ്കാലം വരെ അവർ അവസാന രാത്രി അവിസ്മരണീയമാക്കി. പിറ്റേന്ന് വൈകിയാണ് എല്ലാവരും ഉണർന്നത്. 12 മണിക്ക് മുന്നേ ഓഫീസിൽ പോയി ഓരോരുത്തരായി കോഴ്സ് കംപ്ലീറ്റേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങി. കോഷൻ ഡിപ്പോസിറ്റ് പലർക്കും പല തുകയായിട്ടാണ് തിരിച്ചു കിട്ടിയത്. ജിബിക്ക് 1650 രൂപയെ കിട്ടാനുള്ളൂ. 2000-നും 3000-നും ഇടയിൽ തുക തിരിച്ചു കിട്ടിയവർ ഉണ്ടായിരുന്നു. 1000 പോലും തികച്ചു കിട്ടാത്തവരുണ്ട്. ജിബിയെ സ്വപ്നം പോലും കാണാത്ത ഫൈനുകളാണ് മാനേജ്മെൻറ്റ് കൊടുത്ത ചാർജ് ഷീറ്റിലുണ്ടായിരുന്നത്. ഹാജർ നഷ്ടപ്പെട്ടതിന് ഫൈന്, സുഖമില്ലാതെ വന്ന ചില സന്ദർഭങ്ങളിൽ ഹാഫ് ഡേ ക്ലാസ് എടുത്തു പോയതിന് ഫൈന്, കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോഗ്രാമിന് പോയപ്പോൾ ഉപയോഗിച്ച തെർമോമീറ്റർ പൊട്ടിയതിന് ഫൈന്, മെസ്സിൽ ഗ്ലാസ് ഒടിഞ്ഞതിന് ഫൈന്, പിന്നെ മനസ്സിലാകാതെ എന്തെല്ലാമോ കാര്യങ്ങൾക്ക് ഫൈന്. തിരികെ റൂമിലെത്തിയപ്പോൾ പ്രവീണ തലയിൽ കൈവച്ച് പ്രാഗി. ഒരു കാലത്തും ഗതി പിടിക്കത്തില്ല. ഈ സ്കൂൾ പൂട്ടിപ്പോയിട്ട് മാനേജ്മെൻറ്റ് പിച്ചപാത്രം എടുത്ത് തിണ്ടും. നിൻ്റെ നാക്ക് പൊന്നായി വരട്ടെ. ട്രീസ അവളെ അനുഗ്രഹിച്ചു. എല്ലാവർക്കും ഉണ്ടായിരുന്നു കടുത്ത അമർഷം. പക്ഷെ പ്രതിഷേധം പ്രകടിപ്പിക്കുവാനോ സമരം ചെയ്യാനോ സമയമില്ല. എല്ലാവർക്കും എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് തിരിച്ചു പോയാൽ മതി. മാത്രമല്ല, പ്രതിഷേധിക്കാൻ നിന്ന മാനേജ്മെൻറ്റ് പരീക്ഷയിൽ തോൽപ്പിച്ചാലോ എന്ന പേടിയും. ഇൻറ്റേർണൽ പരീക്ഷകളുടെ മാർക്കുകൾ തയ്യാറാക്കുന്നതിന് മാനേജ്മെൻറ്റിൻ്റെ അതോറിറ്റിയാണ്. രോഷം അടക്കിപ്പിടിച്ച് ഉച്ചത്തിൽ പ്രാഗിയും അതൃപ്തി പ്രകടിപ്പിച്ചും എല്ലാവരും മടക്കയാത്രയ്ക്ക് ഒരുങ്ങി. അഡ്രസ്സ് കൈമാറുന്നു, കെട്ടിപ്പിടിച്ച് യാത്ര പറയുന്നു, ചിലർ വിതുമ്പുന്നു. ഇത്യാദി കാര്യങ്ങൾ എല്ലാ വർഷത്തെ പോലെയും ഇത്തവണയും നടന്നു. ജിബിക്ക് വേണ്ടി ജെയ്സൺ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നുണ്ടായിരുന്നു. ജെയ്സൺ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്നും ലീവ് കിട്ടാത്തതുകൊണ്ട് ജിബിയുടെ കൂടെ ചേരാൻ പറ്റിയില്ല. എങ്കിലും ഫോണിൽ അവൻ്റെ സ്ഥിരം സാന്നിധ്യം ഉണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ 11 മണിയോടെ ജിബിയെ വീട്ടിലെത്തി. പകൽ മുഴുവൻ കിടന്നുറങ്ങി. വൈകുന്നേരം എണീറ്റ് മുറ്റത്തേക്കുള്ള സിമൻറ്റ് പടിയിൽ പോക്കുവയലിന് കാഞ്ഞിരിക്കുമ്പോൾ ബിൻസി ചോദിച്ചു, അവിടുന്ന് പോന്നപ്പോൾ എല്ലാം എടുത്തുകൊണ്ട് പോന്നായിരുന്നു ബിയ? എല്ലാം എടുത്തു മമ്മി. ഇത്ര ഉണ്ടായിരുന്നല്ലോ കൊണ്ടുവരാൻ. എൻ്റെ മമ്മി ഒരു പഴംതുണി പോലും അവിടെ ഇട്ടിട്ട് പോന്നിട്ടില്ല. ആർക്കറിയാം, നോട്ടമോ സൂക്ഷ്മയോ ഉണ്ടോ? ജോറൊട്ടിച്ചായൻ്റെ ഒരു മുണ്ടും ഷർട്ടും വാങ്ങിയിട്ട് കൊല്ലം 3 വല്ല കല്യാണത്തിന് പോകാൻ വേണ്ടി ഒരെണ്ണം എടുക്കാൻ മേലായിരുന്നു എന്ന് ചോദിക്കും പറയും,
ആ കാശ് കൊണ്ട് പിള്ളേർക്ക് എന്നതെങ്കിലും വാങ്ങിച്ചു കൊടുക്കടിയെന്ന്. നിങ്ങൾക്കതിൻ്റെ വില വല്ലതും അറിയാവോ? അറിയാം മമ്മി, കൂടെ കൂടെ കണക്ക് പറഞ്ഞ് അതിൻ്റെ വില കളയാതിരുന്നാൽ മതി, ദിവ്യ പറഞ്ഞു. ജോസ്ന തൊട്ടുമുള്ള പടിയിലിരുന്ന് അവളുടെ മുടി പിന്നുന്നുണ്ടായിരുന്നു. മറ്റേ ചെറുക്കനെ നീ ഇപ്പോൾ കാണാറുണ്ടോടി? ബിൻസി ചോദിച്ചു. ഏത് ചെറുക്കൻ? കോട്ടയത്തുള്ള. കോട്ടയത്ത് എങ്ങനെ എത്ര ചെറുക്കന്മാരുണ്ട്? പെണ്ണെ നീ വിളച്ചിലെടുക്കല്ലേ? ബിൻസി ചോദിച്ചു. ജെയ്സൻ്റെ കാര്യമാണെങ്കിൽ പുള്ളിക്കാരൻ കോഴ്സ് കഴിഞ്ഞ് പോയിട്ട് 1.5 വർഷമായി. ഇപ്പോൾ മഹാരാഷ്ട്രയിലെ മറ്റു ജോലി ചെയ്യുമോ? നല്ല കാര്യം. അവൻ വിളിക്കുകയും വേണ്ടുമോ ഒന്നും ചെയ്യാറില്ലടി, സത്യം പറ. എല്ലാവരും കൂടി വിലക്കിയിരിക്കുമല്ലേ? അയ്യോ പാവം, അത് കാരണം അവനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. വിളിക്കാറുണ്ട്, അതിനിപ്പോൾ എന്നാ? ഒന്നുമില്ല, വിൻസി വിപരീതാർത്ഥത്തിൽ പറഞ്ഞു. ജോർജറ്റായ നിനക്ക് പാലായിലെ മറ്റൊരു ആശുപത്രിയുടെ ജോലിയുടെ കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. പാലായിലോ? എന്നെ കുഴപ്പം? ദിവസം പോയി വരാവുന്ന ദൂരമല്ലേ ഉള്ളൂ. ഇവിടെ നിന്നോട് ജോലി ചെയ്താൽ ഒന്നും പഠിക്കത്തില്ല മമ്മി. ഇനി എന്നെ പഠിക്കാനാ? പഠിച്ചിട്ടല്ല വന്നേക്കുന്നേ. അതൊന്നും പോരാ, പുറത്തെവിടെയെങ്കിലും പോയി ജോലി ചെയ്യണം. ഇംഗ്ലീഷും ഹിന്ദിയും പഠിക്കണം, എന്നാലേ എവിടെ ചെന്നാലും ജോലി കിട്ടത്തുള്ളൂ. നീ എന്നതാ അഭിയാ പറയുന്നത്? അന്നേരം ഈ കേരളത്തിലെ ആശുപത്രി ജോലി ചെയ്യുന്ന നേഴ്സുമാരൊന്നും ഒന്നും അറിയാത്തവരാണോ? എൻ്റെ മമ്മി അങ്ങനല്ല. ഇവിടെ വല്ല ഹോസ്പിറ്റലും കയറിയാൽ അവിടെ കൊണ്ടുപോയി നിന്ന പോലെ നിന്നു പോവും നമ്മുടെ വളർച്ച. നോർത്തിലൊക്കെ പോയി ജോലി ചെയ്യുമ്പോൾ നല്ല എക്സ്പീരിയൻസ് കിട്ടും. ഇംഗ്ലീഷും ഹിന്ദിയും പഠിക്കാം. പിന്നെ ഗൾഫിലൊക്കെ പോകാൻ ചാൻസ് കൂടുതലായിട്ടും കിട്ടും. ഇവിടെ പൊട്ടക്കിണറ്റിലെ തവളയെപ്പോലെ അവിടെ തന്നെ കിടക്കേണ്ടി വരും. എനിക്ക് കിട്ടുന്ന ശമ്പളം എൻ്റെ സ്വന്തം ആവശ്യത്തിന് പോലും തികയത്തൂല. ജീവ പറഞ്ഞപ്പോൾ അതിൽ കഴമ്പുണ്ടെന്ന് ബിൻസിക്കും തോന്നി. പക്ഷേ രാത്രി ജോർജ് കുട്ടി വന്ന് ജീവയുടെ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ അസക്തമായി പറഞ്ഞു, പാലായിലെ ആശുപത്രി ജോലി ചെയ്തിട്ട് കിട്ടുന്ന എക്സ്പീരിയൻസൊക്കെ മതി, കേരളം വിട്ട് എങ്ങോട്ടും പോണ്ട. 3-3.25 വർഷത്തോളം അന്യദേശത്ത് പോയി ജീവിച്ച് കൊതിതീർന്നില്ലേ നദി? ജോർജ് കുട്ടിയുടെ കർശന നിർദ്ദേശം നൽകിയുടെ ജിബിയുടെ ആഗ്രഹങ്ങൾക്കുമേതെ ഇരുട്ട് വീണു. ജെയ്സൺ ജോലി ചെയ്യുന്നിടത്ത് അവനോടൊപ്പം പോയി ജോലി ചെയ്യാൻ എന്തെന്നില്ലാത്ത ആവേശമായിരുന്നു അവൾക്ക്. വെള്ളം വീണ് തീ അണഞ്ഞതുപോലെ അതങ്ങനെ കെട്ടണങ്ങി. പതിവ് പോലെ അന്ന് രാത്രി വൈകി വന്ന ജയപ്രകാശിനോട് പവിത്ര പറഞ്ഞു, ഞാൻ ഈ മണ്ണെണ്ണപ്പുക ശ്വസിച്ചു മടുത്തു. ഇഞ്ചിഞ്ചായിട്ട് മരിക്കുക, ഇതിനൊരു അവസാനമില്ലേ? ജയപ്രകാശിന് ഒരു കുലുക്കമില്ല. നീ ശ്വസിക്കുന്ന പോലത്തെ അതേ വായു തന്നെയാണ് ഞാനും ശ്വസിക്കുന്നത്. ഞാൻ ജീവിക്കുന്നിടത്തോളം ജീവിച്ചാൽ മതി. നീ ലോകത്ത് എവിടെയെങ്കിലും കാണുമോ ഇങ്ങനൊരു വീട്? ഈ പ്രദേശത്തുള്ള എല്ലാ വീട്ടിലും കറണ്ടുണ്ട്, ഇവിടെ മാത്രം. നിനക്ക് കറണ്ടില്ലാതെ ജീവിക്കാൻ വയ്യെങ്കിൽ ആ കഴുത്തേ കിടക്കുന്ന ഇങ്ങോട്ട് അഴിച്ചതാടി. നാളെ കറണ്ട് കൊണ്ടുവരാൻ ഞാൻ. അതോടെ പവിത്ര നിശബ്ദയായി. നീ എന്തിനാടാ പ്രകാശ് അവളുടെ അനുവാദം ചോദിക്കാൻ നിൽക്കുന്നേ? നിനക്ക് വേണമെങ്കിൽ അവളുടെ കഴുത്തേന്ന് അഴിച്ചെടുത്തോണ്ട് പോകണം. അവളെന്നാ ചെയ്യാനാ? സുഭദ്ര ഇരികേറ്റി കൊടുത്തു. ആണത്തമില്ലാത്തവരാ കെട്ടുതാലി പറിച്ചുകൊണ്ട് പോയി പണയം വെക്കുകയും വിൽക്കുകയും ചെയ്യുന്നത്, പവിത്ര ആരോടൊന്നുമില്ലാതെ പറഞ്ഞു. അമ്മയും അവരും കൂസലൊന്നുമില്ല. ആകെ അവശേഷിക്കുന്ന സ്വർണം താലിമാലയും 2 മുട്ടുകമ്മലും മാത്രമാണ്. ഓരോ തവണയും ജയപ്രകാശ് എന്തെങ്കിലും കാരണം പറഞ്ഞ് ഓരോരോ ആഭരണങ്ങൾ കൊണ്ടുപോയി പണയം വെച്ചു എന്നാണ് പറച്ചിലെങ്കിലും ഒരിക്കലും പണയ രസീതോ എത്ര തുക എടുത്തു എന്നതിൻ്റെ വ്യക്തമായ രേഖയോ പവിത്ര കണ്ടിട്ടില്ല. പണയം വെക്കാൻ വേണ്ടി പോകുന്ന ഓരോ ആഭരണങ്ങളും ചോദിക്കുമ്പോൾ ജയപ്രകാശിൻ്റെ നാവിൽ തേനും പാലുമാണ്. 2 ആഴ്ചയ്ക്ക് എടുത്തു തരാം, വണ്ടിയുടെ ടാക്സ് ഇൻഷുറൻസ് അടയ്ക്കാനാ. നമ്മുടെ ഓട്ടയല്ലേ, നീയല്ലാതെ ആരാ എന്നെ സഹായിക്കാൻ? എൻ്റെ ചക്കരയല്ലേ, ഞാൻ ഉടനെ എടുത്തു തരാം. നീ ആ സ്നേഹം സ്വർണം കൊടുക്കുമ്പോഴത്തെ സന്തോഷവും ആ ഒരു ദിവസം മാത്രമേ ഉണ്ടാവൂ. 2 ആഴ്ചക്കകം തിരിച്ചു തരാമെന്ന് പറഞ്ഞ സ്വർണം 2, 6, 10 മാസങ്ങൾ കഴിഞ്ഞിട്ടും എടുത്തു തരാനായിട്ട് ചോദിക്കുമ്പോൾ ജയപ്രകാശിൻ്റെ മുഖത്ത് വെറുപ്പ് കത്തിക്കാളുന്നത് കണ്ട് പവിത്ര അന്തം വിട്ടുപോയിട്ടുണ്ട്. നിൻ്റെ കോപ്പിലെ സ്വർണം, നിൻ്റെ മുക്കാപ്പവും കൊണ്ടല്ലേ ഞാൻ എൻ്റെ കുടുംബം നടത്തുന്നത്. സ്വർണത്തിന് മാത്രമേ കണക്കുള്ളൂടി. 3 നേരം ഉരുട്ടി വിഴുങ്ങുന്ന ആഹാരത്തിന് കണക്കില്ലേ? ആ സ്വർണ്ണം എടുത്തോട്ട് വന്ന് വായിലോട്ട് കുത്തിക്കയറ്റിയ നിൻ്റെ വയറൊന്നറിയോടി? ഇടയ്ക്ക് അങ്ങനെ ഒരു ചോദ്യമാണ്. എന്തെല്ലാം തരത്തിലുള്ള സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നതാണ്. നെക്ലേസ്, വള, മോതിരം, ജിമിക്കി കമ്മൽ, മുക്കുത്തി എല്ലാം ഉണ്ടായിരുന്നു. അപ്പുവിൻ്റെ 28-ന് അവനും കുറേ കുഞ്ഞു മോതിരങ്ങളും 1 ചെയിൻമാലയും 2 തളയും 1 അരഞ്ഞാണവും ബ്രേസ്ലെറ്റും കിട്ടി. അളവിലും തൂക്കത്തിലും ചെറുതായിരുന്നെങ്കിലും 5 പവനോളം ഉണ്ടായിരുന്നു അപ്പുവിൻ്റേത് മാത്രം. അതെല്ലാം പണയം വെച്ച് പോയി. ഇനി പണയം വയ്ക്കാൻ അവശേഷിക്കുന്നത് കെട്ടുതാലി മാത്രമാണ്. അതും അതേ വൈകാതെ കൊള്ളയടിക്കപ്പെടുമെന്ന് പവിത്രയ്ക്കറിയാം. പിറ്റേന്ന് രാവിലെ ജയപ്രകാശ് ഓട്ടോയുമായി പോകാൻ നേരം ചോദിച്ചു, നിനക്ക് കറണ്ടാണോ വലുത് അതോ ഒരു പിടി സ്വർണ്ണമാണോ? പവിത്ര ആലോചിച്ചു. സ്വർണത്തിന് നിലനിൽപ്പില്ല, അതേത് നിമിഷവും നഷ്ടപ്പെടും. അവസാനം കറണ്ടുമില്ല സ്വർണ്ണമില്ല എന്ന അവസ്ഥ വരും.
എനിക്ക് കറണ്ട് മതി, മാല എടുത്തു. ജയപ്രകാശിന് ഇതിൽ പരമൊരു സന്തോഷമില്ല. അയച്ചതാ. അയാൾ കൈനീട്ടി. അയച്ചെടുത്തോണ്ട് പോയിക്കോ, താലി തിരിച്ചു തന്നേക്കണം. ജയപ്രകാശ് ഒരു മടിയും കൂടാതെ പവിത്രയുടെ കഴുത്തിൽ നിന്നും താലിമാല ഊരി. ഇതിന് പകരം ഞാൻ നിനക്കൊരു 5 പവൻ്റെ മാല വാങ്ങിത്തരും. പവിത്രയ്ക്ക് അത് കേട്ട് ചിരി വന്നു. എത്ര പൊള്ളയായ വാഗ്ദാനം. അന്ന് രാത്രി ജയപ്രകാശ് കുടിച്ച് കുന്തം മറിഞ്ഞാണ് വീട്ടിലെത്തിയത്. കൂടെ 2 കൂട്ടുകാരും ഒരു കുപ്പി റമ്മും. സുഭദ്രയ്ക്കും പവിത്രയ്ക്കും ചിക്കൻ ഫ്രൈയും പൊറോട്ടയും. തൻ്റെ താലിമാല വിറ്റ ആഘോഷമാണെന്ന് പവിത്രയ്ക്ക് മനസ്സിലായി. ഇനി പണയം വെക്കാനൊന്നും ചോദിച്ച് വരില്ലല്ലോ എന്നവൾ സമാധാനിച്ചു. അധ്യായം 26. നട്ടുച്ച നേരമായതിനാൽ ആറ്റിൻകര ഏറെക്കുറെ വിജനമായിരുന്നു. പണ്ട് പാറക്കടവ് മാത്രമായിരുന്നു ഇക്കരെ നിന്നും ആറ്റിലേക്ക് തുറിക്കുന്ന ഒരേ ഒരു കടവ്. ഇപ്പോൾ എന്തുമാത്രം മാറ്റം വന്നിരിക്കുന്നെന്ന് ജിബിയ തൊല്ലി വിസ്മയത്തോടെ കണ്ടു. ആറ്റിൻകരയോട് ചേർന്ന് പറമ്പുള്ളവർ അവരവർക്ക് സ്വകാര്യമായി ഉപയോഗിക്കാൻ കുളക്കടവുകൾ സ്വന്തമായി നിർമ്മിച്ചിരിക്കുന്നു. അലക്കാനും കുളിക്കാനും പുഴയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും കരിങ്കല്ലും സിമൻ്റ് കൊണ്ട് പടികൾ ഉണ്ടാക്കിയിരിക്കുന്നു. മീനച്ചിലാർ കുറച്ചൊന്ന് മെലിഞ്ഞതായി ജിബിയയ്ക്ക് തോന്നി. വലിയ വീതിയും ആഴവുമുള്ള പുഴയായിട്ടാണ് മനസ്സിൽ തിളങ്ങിയും കലങ്ങിയും കിടന്നിരുന്നത്. അലക്കാനും കുളിക്കാനുമായി കൂടെ വന്ന ജോസ്നയോട് ജിബിയെ പറയുകയുണ്ടായി, ഇതെന്താടി മോളെ, ഇതിൻ്റെ വീതി കുറഞ്ഞു പോയോ? വീതിയൊന്നും കുറഞ്ഞിട്ടില്ല ചേച്ചി. ചേച്ചിക്ക് എന്നെ അങ്ങനെ തോന്നി? ആറ്റിൻകരയ്ക്ക് ആരെങ്കിലും കയ്യാൽ കെട്ടി ഇറക്കിയെടുത്തോ എന്നൊരു സംശയം. അതൊന്നും നടക്കത്തില്ലെന്നേ. മണൽ വരാൻ സമ്മതിക്കത്തില്ലല്ലോ. ഒന്നും വേണ്ട, ആ കിടക്കുന്ന ഉണ്ടക്കല്ലുകളുണ്ടല്ലോ, അതിനിടയ്ക്കുള്ള വെള്ളാരങ്കല്ല് പെറുക്കാൻ പോലും ആരും സമ്മതിക്കത്തില്ല. ചെക്കിടാൻ വന്നപ്പോൾ വീതി കൂടുക ചെയ്തേ, ജോസ്ന വിശദീകരിച്ചു. ജിബിയ വസ്ത്രങ്ങൾ സോപ്പിലിട്ട് കുതിർത്ത് പാറമേൽ വെച്ചിട്ട് ഫോൺ എടുത്തുകൊണ്ട് കയ്യാലക്കെട്ടിന് താഴെയുള്ള ഒറ്റക്കല്ലിൽ മീതെ പോയിരുന്നു. എടി, ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് പറഞ്ഞേക്കണേ, അവൾ ജോസ്നയ്ക്ക് നിർദ്ദേശം നൽകി. വീട്ടിൽ വെച്ച് ജെയ്സനെ ഫോണിൽ വിളിക്കാൻ നിവൃത്തിയില്ല. വിൻസി ചെവി വട്ടം പിടിച്ച് സംശയം തോന്നിയാൽ ചോദിക്കും, ആരാടി ഫോണിൽ? ജെയ്സൺ ആണെന്നറിഞ്ഞ പിന്നെ വല്യമ്മച്ചിയുടെ ഭാഷയിൽ ചെവിതല കേൾക്കണ്ട. ഉപദേശങ്ങളും ഉദ്ധരണികളും ഉപമകളും ഉദാഹരണങ്ങളും ഇടതടവില്ലാതെ വിസിയുടെ നാവിൽ നിന്നും പ്രവഹിക്കും. ജെയ്സൻ്റെ നമ്പർ എടുത്ത് വിളിച്ചപ്പോൾ തന്നെ ആളെ ലൈനിൽ കെട്ടി. ഇന്നലെ രാത്രി വിളിച്ചിട്ട് എന്നെ എടുക്കാതിരുന്നേ? ജിബിയ ചോദിച്ചു. ഇന്നലെ മുതൽ നൈറ്റ് തുടങ്ങി. എന്നോട് പറഞ്ഞില്ലല്ലോ. എടി പോത്തെ, മിഞ്ഞാന്ന് വിളിച്ചിട്ട് നിന്നെ കിട്ടിയോ? എത്ര ദിവസത്തേക്ക് നൈറ്റ്? 4-5 ദിവസം കാണും. നൈറ്റ് വലിയ കഷ്ടപ്പാടല്ലേ, ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? വലിച്ചെറിഞ്ഞിട്ട് പോരാൻ തോന്നും ചില നേരത്ത്. കേരളത്തിൽ അപ്പിയും മൂത്രം കോരാനില്ലാഞ്ഞിട്ടാണോ നോർത്തിൽ വന്ന് ഇന്ത്യക്കാരുടെ കോരുന്നത്? അതെല്ലാം നമ്മൾ തന്നെ ചെയ്യണം ചേട്ടായി. നമ്മൾ തന്നെ ചെയ്യണം. ഒന്ന് ഇരിക്കാൻ നേരം കിട്ടത്തില്ല ചില ദിവസം. നേഴ്സുമാരായിട്ട് പിഴിഞ്ഞ് ചോരയും നീര് മാത്രമല്ല മജ്ജയും മറ്റും ഊറ്റിയെടുക്കുക ഇവിടുത്തെ ഹോസ്പിറ്റലുകാർ. എന്നിട്ടാണോ എന്നെ കൂടി അങ്ങോട്ട് വിളിച്ചേ? ജിബിയെ പരിഭവിച്ചു. ഞാൻ പൊതുവെ പറഞ്ഞതാ, ഇത് കുറച്ചുകൂടെ ഭേദമുണ്ട്. മെഡിക്കൽ കോളേജാ, സർക്കാരിൻ്റെ അല്ല. ഈ പ്രൈവറ്റിലോട്ട് ചെന്നാലുണ്ടല്ലോ യാതൊരു നീതിയും കിട്ടത്തില്ല. അതെല്ലാം പോട്ടെ വേണ്ടേ, നിൻ്റെ കാര്യം എങ്ങനെ? എന്നെ അങ്ങോട്ട് വിടത്തില്ല ചേട്ടായി. എനിക്ക് പാലായിലുള്ള ഹോസ്പിറ്റലിൽ ജോലിക്ക് പറഞ്ഞു വെച്ചേക്കുക പപ്പ. എന്തുവാടി ഇത്? ഒരു ദയ വേണ്ടേ? ഞാനെന്തിനാ ഈ മഹാരാഷ്ട്ര വന്ന് കിടക്കുന്നത്? നീയും കൂടെ വരുവാണെങ്കിൽ നമുക്ക് കാണാനും മിണ്ടാനും പറ്റുമല്ലോ എന്ന് വിചാരിച്ചാ. നീ ഇല്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാ? എന്നെ നോക്കണ്ട ചേട്ടായി. ഞാൻ നിനക്ക് വേണ്ടി വേക്കൻസി റിസർവ് ചെയ്ത് വെച്ചിരുന്നതാ. ഇനിയിപ്പോൾ അവരിത് വല്ലവർക്കും കൊടുക്കും. ഞാനിപ്പോൾ പ്രേമത്തെപ്പറ്റിയും കല്യാണത്തെപ്പറ്റിയും ഒന്നും ചിന്തിക്കേ വേണ്ടെന്നാണ് മമ്മി പറയുന്നത്. ഞാനെന്നാ ചെയ്യാനാ? പപ്പ കുറേ ദിവസമായിട്ട് നിർബന്ധിക്കുക പാലായിലെ ഹോസ്പിറ്റലിൽ പോകാൻ. ഞാനാണെങ്കിൽ അടുത്ത ആഴ്ച ആട്ടെ പിന്നത്തെ ആഴ്ച ആട്ടെ എന്ന് പറഞ്ഞ് മാറി മാറി നിൽക്കുക. എന്തേലും ഒരു വാതിൽ തുറന്നു കിട്ടുമല്ലോ എന്ന് വിചാരിച്ച്. ഇങ്ങോട്ട് വരവ് നടക്കത്തില്ലല്ലോ. നടക്കത്തില്ലെന്നേ. ചേച്ചി, ജസ്റ്റിയുടെ ഫോൺ വിളി കേട്ട് ഫോൺ താഴ്ത്തി ജിബി എഴുന്നേറ്റു. ഇഞ്ചപ്പാറയ്ക്കുള്ള സിസ്ലിക്കുട്ടി റബ്ബർ തോട്ടത്തിലൂടെ വരുന്നുണ്ടായിരുന്നു. അവർ ആറ്റിറമ്പറിലേക്കുള്ള നടക്കലിറങ്ങി. അനക്കാനിറങ്ങിയതാണ് എടുക്കൊച്ചേ? സിസ്ലിക്കുട്ടി ജിബിയോട് ചോദിച്ചു. ആ അതെ. നിൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞോ? ബാംഗ്ലൂരിലല്ലായിരുന്നോ? ആ കഴിഞ്ഞു. ബാംഗ്ലൂരിൻ്റെ നഴ്സിംഗ് പോണ പെൺപിള്ളേർ ഇവിടുന്ന് തന്നെ ഓരോരുത്തർ ചെറുക്കന്മാരെ കണ്ടുപിടിച്ചു തിരിച്ചു വന്നാലുടനെ കല്യാണം നടത്തുവാണെന്നാണല്ലോ കേൾവി. നിനക്കാരും കിട്ടില്ലടി. പരിഹാസമാണ്. 3-4 പേരുണ്ട് ചേച്ചി. ആരെ കെട്ടണമെന്ന് തീരുമാനിച്ചിട്ടില്ല. ഞെറുക്കെട്ടാലോ എന്ന് ആലോചിക്കുക, ജിബിയ പറഞ്ഞു. അത് നീ എന്നെ ഒന്ന് ഇരുത്തിയതാണല്ലോടി കൊച്ചേ. ജിബിയെ കൂസാതെ സിസിലിക്കുട്ടിയുടെ മുഖത്തേക്ക് തന്നെ തുറിച്ചു നോക്കി. നെല്ലിക്കുന്നേലെ റോബിൻസിൻ്റെ പെണ്ണ് പ്രസവിച്ച വിവരം നീ അറിഞ്ഞായിരുന്നോ? കൊച്ചിനിപ്പോൾ 1 വയസ്സ് കഴിഞ്ഞു. അതിൻ്റെ 1-ാം പിറന്നാൾ എന്തുമാതിരി ആഘോഷമായിരുന്നു. മനഃപൂർവ്വം കുത്തുന്നതാണെന്ന് ജിബിയയ്ക്ക് മനസ്സിലായി. അതിന് ഞാനെന്നാ വേണം? ജിബിയ ചോദിച്ചു. അല്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഫോൺ സംഭാഷണം മുടക്കിയതിൻ്റെ ഈർഷ ജിബിയുടെ മനസ്സിൽ നിന്ന് കിടന്നു നുറയുന്നുണ്ടായിരുന്നു. എടി മോളെ, വേഗം തുണിയലക്കിങ്ങ് വാ. ജിബിയ ഫോൺ മാറ്റിവെച്ച് മുട്ടപ്പം വെള്ളത്തിലിറങ്ങി നിന്ന് സോപ്പിട്ട് കുതിർത്ത് വെച്ച തുണികൾ പാറയിലടിച്ച് അലക്കി തുടങ്ങി.
ജോസ്ന അതെല്ലാം വെള്ളത്തിൽ അലമ്പിപ്പിഴിഞ്ഞ് പാറപ്പുറത്ത് ഉണക്കാനിട്ടു. സിസിലിക്കുട്ടി പുഴ മുറിച്ച് കടന്ന് അക്കരയ്ക്ക് പോയി. ചേച്ചി പറഞ്ഞത് എനിക്കിഷ്ടപ്പെട്ടു. ജോസ്ന ജിബിയോട് സ്വരം താഴ്ത്തി പറഞ്ഞു. അവർക്ക് കുറച്ച് ഏഷണി പറച്ചൽ ഇത്തിരി കൂടുതലാണ്. പാഷാണത്ത് കൃമിന്നാ എല്ലാവരും വിളിക്കുന്നത്. അത് കേട്ട് ജിബിയയ്ക്ക് ചിരി വന്നു. പിന്നെ ഞാൻ ചേട്ടായിയെ ഫോൺ വിളിച്ച കാര്യമൊന്നും ഈ വീട്ടിലൊന്നും പറയല്ലേ. പോ ചേച്ചി, എനിക്കതല്ലേ പണി. ജിബിയ അക്കാര്യത്തിൽ ജോസ്നയുടെ സേവ പിടിച്ചിരിക്കുകയാണ്. എല്ലാവരെയും പറ്റിച്ച് ജെയ്സനെ വിളിക്കാൻ പറ്റില്ലെന്ന് അവൾക്കറിയാം. ജോസ്നെ വശത്താക്കിയതോടെ അത് എളുപ്പമായി. എന്നിരുന്നാലും ബിൻസി ജോസ്നെ വിളിച്ച് രഹസ്യമായി ചോദിക്കും. അവൾ ആരെങ്കിലും ഫോൺ വിളിക്കുന്നത് കേട്ടായിരുന്നോടെ? വിളിച്ചാനെന്നാ? എൻ്റെ അടുത്ത് പറയണം. അതിന് ജോത്സ്യനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ ഡബിൾ ഏജൻറ്റാ, ജോസ്ന ജിബിയോട് പറഞ്ഞു. ചേട്ടായിയെ വിളിച്ചിട്ട് ജോസ്ന ചോദിച്ചു. ഭയങ്കര നിരാശയാണ്. എനിക്ക് വേണ്ടി വേക്കൻസി റെക്കമെൻഡ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. അതിന് വേറെ ആരെങ്കിലും കൊണ്ടുപോകില്ലേ? അതല്ലേ കഷ്ടം. ചേച്ചിയെ പപ്പ വിടത്തില്ല, ഉറപ്പാ. പാലായിലെ ഹോസ്പിറ്റലിൽ എന്തായാലും ഞാൻ പോകത്തില്ല. ജിബിയെ ആരോടെ പകവെക്കുന്ന പോലെ പറഞ്ഞു. പപ്പ നിർബന്ധിച്ചാൽ എന്നാ ചെയ്യും ചേച്ചി? ഇപ്പോൾ ഇലക്ഷൻ്റെ ചൂടിലായതുകൊണ്ട് ഒന്നും പറയാതെ ജോസ്ന മുന്നറിയിപ്പെന്നോണം പറഞ്ഞു. പറഞ്ഞത് ശരിയാണെന്ന് ജിബയ്ക്കും തോന്നി. രാജ്യമെങ്ങും ഇലക്ഷൻ പ്രചരണം നടക്കുകയാണ്. ചില ദിവസങ്ങളിൽ പപ്പായും പ്രചരണത്തിന് പോകാറുണ്ട്. പ്രിയമുള്ള കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗം നമ്മൾ നാളെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹം, സന്തോഷം. എല്ലാവരും കേൾക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.